കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിലേക്ക് അവിടെ ആനന്ദ് പുതൂറുണ്ട്. ആനന്ദ്, അവിടെ ഭക്തരുടെ വലിയ ഒഴുക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുവെന്ന് മനസ്സിലാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ നൂറുകണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിലെ 4 തളി ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ തളി ക്ഷേത്രമാണ് ഈ തളി മഹാദേവ ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ ചാലപ്പുറത്താണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഈ ശിവന് തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ ശ്രീകൃഷ്ണന്റെയും പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഉപദേവതാപരമായി ഗണപതി, ഭഗവതിമാർ എല്ലാം ഇവിടെ കുടികൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി നേരത്തെ നമ്മൾ അറിയിച്ചത്. മാത്രമല്ല, ഈ ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം ഏകദേശം 1500 വർഷങ്ങളോളം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ ഗോപുരത്തിന് പോലും 500-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ എല്ലാം നിർമ്മാതാവായ പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ശിവന്റെ പ്രതിഷ്ഠയും എന്ന് തന്നെയാണ് ഐതിഹ്യം വരുന്നത്. പാർവതി സമേതനായ ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പൂജകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് പഞ്ചവാദ്യത്തോടു കൂടി ഗജവീരന്റെയും അകമ്പടിയോടുകൂടിയുള്ള കാഴ്ച ശിവേലി, തുടർന്ന് 108 കുടം അഭിഷേകം അത് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 10:30 വിശേഷാൽ പൂജകളോടുകൂടി തന്നെ ആരംഭിച്ച് നട അടച്ചതിന് ശേഷം വൈകിട്ട് 6 മണിക്ക് പ്രദോഷ പൂജ, ഇളനീർ അഭിഷേകം, അതുപോലെ തന്നെ അലങ്കാരത്തോടു കൂടിയ ദീപാരാധന, ചുറ്റുവിളക്ക് തെളിയിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാത്രി 7 മണിക്ക് ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത വാദ്യ കലാകാരനായ ഈ പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക ഉണ്ടായിരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് പഞ്ചദ്രവ്യാഭിഷേകം, പിന്നെ 10:00 മേളത്തോടും ഗജവീരന്റെ അകമ്പടിയോടുകൂടി വിളക്ക് എഴുന്നള്ളിപ്പ് എന്നീ തരത്തിലാണ് ഇന്നത്തെ പൂജകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഭക്തജനത്തിരക്ക് ഓരോ നിമിഷം കഴിയുന്തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. തളി മഹാദേവനെ തൊഴുന്നതിന് വേണ്ടി ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക്. വിവരങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. വിവരങ്ങളാണ് ശ്രീകണ്ഠേശ്വരത്ത് നിന്നും, ഒപ്പം തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ നിന്നും, ഒപ്പം തളി മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നൽകിക്കൊണ്ടിരുന്നത്.